ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് ആണ്. ഇംഗ്ലീഷ് മീഡിയം ആണ് കേട്ടോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്? ഇൻസോലുബിൾ ആൻഡ് സോലുബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സോലുബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന സബ്സ്റ്റൻസ്, ഇൻസോലുബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കാത്ത സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പ്രൊഡക്ട്സ്, അതായത് കുറച്ച് സബ്സ്റ്റൻസസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സോലുബിൾ ആണോ ഇൻസോലുബിൾ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം വാട്ടറിൽ. ഓക്കെ, അപ്പം ഞാൻ സോൾട്ട് വാട്ടർ സോലുബിൾ ആണ്, ഷുഗറും സോലുബിൾ ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സോലുബിൾ ആണ്, സാൻഡ് ഇൻസോലുബിൾ, കെറസിൻ ഇൻസോലുബിൾ, കോക്കനട്ട് ഓയിൽ ഇൻസോലുബിൾ ആണ്, കൊറിയാണ്ടർ പൗഡർ ഇൻസോലുബിൾ, ഗ്ലിസറിൻ ഇൻസോലുബിൾ. അപ്പോൾ വാട്ട് ഈസ് സൊല്യൂട്ട്? സൊല്യൂട്ട് എന്താ നോക്കാം. നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് സൊല്യൂട്ട്. എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ആ വെള്ളത്തിൽ ആ ലയിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് സൊല്യൂട്ട്. ആൻഡ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്, ആ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നതിനെയാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് സൊല്യൂഷൻ. സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഇസ് ഫോം വെൻ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ സോൾവെന്റ്. ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ആ ഒരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ ആണ് സൊല്യൂട്ട്, വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് സൊല്യൂട്ട്, സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് സെപ്പറേറ്റ്ലി ദ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻ ഈച്ച് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനിൽ സൊല്യൂട്ടും സോൾവെന്റും വേറെ വേറെ എഴുതണം. അപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ ഏതാണ് സൊല്യൂട്ട്? ഷുഗർ ആണ് സൊല്യൂട്ട് അല്ലേ, ഷുഗർ സൊല്യൂട്ട്. സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് സൊല്യൂട്ട് ആണ്, വാട്ടർ സൊല്യൂഷൻ അല്ലേ. സോഡ വാട്ടറിലോ, സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സൊല്യൂട്ട് വരിക, സോൾവെന്റ് വാട്ടർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് സൊല്യൂട്ട്, വാട്ടർ സൊല്യൂഷൻ. എല്ലാത്തിലും വാട്ടർ ആണ് സൊല്യൂഷൻ കേട്ടോ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂട്ടും സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടറുമാണ്. നെക്സ്റ്റ്, ഈസ് ഇറ്റ്, അപ്പോൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വെള്ളം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈസ് ഇറ്റ് ഇൻ വാട്ടർ ദാറ്റ് മോർ സബ്സ്റ്റൻസ് ഡിസോൾവ്, വാട്ടറിലാണോ കൂടുതൽ സബ്സ്റ്റൻസ് ഡിസോൾവ് ആവണമെന്ന് നോക്കണം. അപ്പോൾ വാട്ടറിൽ ഷുഗർ ഡിസോൾവ് ചെയ്യും അല്ലേ, സോൾട്ടോ യെസ്, ബ്ലൂ വിട്രിയോൾ ചെയ്യില്ല, ജാഗരി യെസ്, ഷുഗർ കാൻഡി യെസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് യെസ്. കോക്കനട്ട് ഓയിൽ ഷുഗറിൽ ഡിസോൾവ് അല്ല, ഷുഗർ കോക്കനട്ട് ഓയിൽ ഡിസോൾവ് ചെയ്യില്ല. അതുപോലെ തന്നെ സോൾട്ടും ചെയ്യില്ല, ബ്ലൂ വിട്രിയോൾ ഇതൊന്നും ചെയ്യില്ല അല്ലേ. കെറസിനിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ വാട്ടറിലാണ് കൂടുതൽ സബ്സ്റ്റൻസസ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്ന വിച്ച് ഈസ് ദ ലിക്വിഡ് ഇൻ വിച്ച് മോസ്റ്റ് സബ്സ്റ്റൻസ് ഡിസോൾവ്, വാട്ടർ അല്ലേ. ഡു ഓൾ വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ അതർ ലിക്വിഡ്? എല്ലാ വെള്ളത്തിൽ ലയിക്കുന്ന എല്ലാ സംഭവങ്ങളും ബാക്കിയുള്ള ലിക്വിഡ്സിൽ ഡിസോൾവ് ചെയ്യോ? നോ. അപ്പോൾ വാട്ടർ ഈസ് എ സോൾവെന്റ് വിച്ച് ഡിസോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ്. അതായത് വെള്ളം എന്ന് പറയുന്നത് ഒരു സോൾവെന്റ് ആണ്, കുറേ സബ്സ്റ്റൻസസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. വെള്ളത്തിന് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? വാട്ടർ ഈസ് എ സോൾവെന്റ് ദാറ്റ് ഡിസോൾവ്സ് ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസ്, ഒരുപാട് സബ്സ്റ്റൻസസ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് വാട്ടറിനെ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ, അതായത് വെൻ ഗ്രൗണ്ട് വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ purposes it results in depletion of water. This leads to fall of water level in wells in the neighborhood. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെ ഒരുപാട് ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ ലെവലിൽ ഡിപ്ലീഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തുള്ള കിണറുകളിലൊക്കെ വെള്ളം താഴും. ലെവൽ ലീഡ്സ് ടു ഫോൾ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ലെവൽ കുറയും. അടുത്തത് വാട്ട് ആർ ദി ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? കോക്കനട്ട്,
സ്പോഞ്ച്, ആപ്പിൾ, വുഡ്, empty bottle. ഇതൊക്കെ float in water ആണ്. objects with float in water. objects that sink in water ഏതൊക്കെയാണ്? സിങ്ക് ചെയ്യുന്നത് ഏതാണ്? അതായത് താന്നു പോകുന്നത് സ്റ്റോൺ, സിസേഴ്സ്, മാർബിൾസ്, കോയിൻ ആൻഡ് റോക്ക്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്